ഹലോ എവരിവൺ, നമ്മളിന്ന് മഹീന്ദ്രയുടെ ആക്ച്വലി ഇന്ത്യൻ കാറുകളുടെ തന്നെ ഒരു ഫ്യൂച്ചറാണ് ഇവിടെ ഓടിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം പലപ്പോഴും ഇന്ത്യൻ കാറുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആ ഒരു അലവൻസ് കൊടുക്കും. ഫോർ എൻ ഇന്ത്യൻ കാർ അത് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ഫോർ എ മഹീന്ദ്ര ഓർ ഫോർ എ ടാറ്റ അത് നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ ദിസ് ഡസൻ ഫീൽ ലൈക്ക് എൻ ഇന്ത്യൻ കാർ. ഇതൊരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഒരു ഗ്ലോബൽ കമ്പനി കുറേ വർഷമായിട്ട് കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഇത്രയും കാലം അവരുടെ ഇലക്ട്രിക് കാറിൻ്റെ എക്സ്പെർട്ടൈസ് മുഴുവൻ എടുത്തിട്ട് ഒറ്റ കാറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫീൽ സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഈവൻ ബെറ്റർ, ദിസ് ഫീൽസ് ലൈക്ക് എ കോൺസെപ്റ്റ് കാർ. ആൾക്കാരുടെ മൊത്തമുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ വണ്ടി കാണുമ്പോൾ ഏതാണ്ട് ഒരു വൗ ഫാക്ടർ. നമ്മളൊരു 10 years or 15 years വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരു വണ്ടി പോലെ ഉണ്ട്. ആൻഡ് ടു സേ ദാറ്റ് ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, മഹീന്ദ്രയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്, ദാറ്റ് ഈസ് റിയലി എ പ്രൗഡ് മൊമെൻറ്റ്. ഞാൻ ഇത്രയും കാലം മഹീന്ദ്രയുടെ കാര്യത്തിൽ അത്രയില്ല, ടാറ്റയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ടാറ്റയ്ക്കൊക്കെ ഇത്രയും കൂടി ബെറ്റർ ആയിട്ട് കാർ ഉണ്ടാക്കാം എന്നുള്ളത്. പക്ഷേ ലേൺ ഇറ്റ് ഫ്രം മഹീന്ദ്ര, ദേ ഹവ് ബീൻ ഡൂയിങ് എവറിത്തിങ് റൈറ്റ്. ഈ കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് മഹീന്ദ്ര ഇറക്കുന്ന എല്ലാ വണ്ടികളും ഒന്നിനൊന്ന് ഹിറ്റാണ്. ആൻഡ് ദിസ് ഈസ് വൺ മോർ ടു ദ ലിസ്റ്റ്. ഇതിലൊരു ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്ര ഇത്രയും കാലം ഇലക്ട്രിക് കാറുകൾ ഇറക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. XUV 400 ഒക്കെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു നല്ല പ്രോഡക്റ്റ് ആയിരുന്നില്ല. നമ്മൾ ഓടിച്ച സമയത്തൊക്കെ ഇറ്റ്സ് ഓക്കെ, കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ശരിയായിട്ടുണ്ട്. ആൻഡ് നമ്മൾ മഹീന്ദ്രയ്ക്ക് ആരും ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളൊരു ഫീലിംഗിലേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വർഷങ്ങൾ മുന്നേ അവർ റേവ എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, നാളെ മുതൽ ഇവർ നല്ലപോലെ ഇലക്ട്രിക് കാർസ് ഉണ്ടാക്കും. കാരണം റേവയ്ക്ക് ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ അറിയാം, മഹീന്ദ്രയുടെ ഫണ്ടിങ്ങും കൂടി ആകുമ്പോൾ അവർ വേറെ ലെവലിലേക്ക് ആവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ റേവ ഒരിടത്തും എത്തിയില്ല. പിന്നെ മഹീന്ദ്ര കുറേ കാലം മറ്റേ ഈ വെറിറ്റോ പോലത്തെ വണ്ടികളൊക്കെ ഇറക്കി, അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ടൊരു പ്രോപ്പർ EV എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ഈവൻ റീസെൻ്റ്ലി 400 വരെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇലക്ട്രിക് കാറിൻ്റേതായ ഒരു ക്വാളിറ്റീസ് ഭയങ്കര നന്നായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും മഹീന്ദ്ര നല്ലൊരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു വണ്ടി. ദിസ് ഫീൽസ് ലൈക്ക് എ പ്രോപ്പർലി സോർട്ടഡ് ഇലക്ട്രിക് കാർ. ഇനി അതൊരു മഹീന്ദ്രയാണെന്നുള്ള അലവൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം മഹീന്ദ്ര ക്യാൻ മേക്ക് റിയലി ഗുഡ് കാർസ് നൗ. ഇപ്പോൾ ഇത് ഓടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇമ്പ്രഷനാണ് ഉള്ളത്. കുറേ കാര്യങ്ങളിലൊക്കെ ഹിറ്റ് ആൻഡ് മിസ് ഉണ്ട്, എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ളൊരു വണ്ടിയാവണമെന്നില്ല. ആൻഡ് നമ്മളെപ്പോഴും ഇലക്ട്രിക് കാറുകളെ കുറിച്ച് അത്ര എക്സൈറ്റഡ് ഒന്നും ആവാറില്ല. പക്ഷേ ദിസ് ഗീവ്സ് എവറി റീസൺ ടു ബി എക്സൈറ്റഡ് അബൌട്ട് ദം. കാരണം ഇവർക്ക് മര്യാദയ്ക്കുള്ള ഇലക്ട്രിക് കാറും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കാണുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടിയുടെ പേര് നമ്മളിതുവരെ പറഞ്ഞില്ല. ഇറ്റ്സ് കോൾഡ് ദ BE6E. BE6E എന്നാണ് എഴുതിയേക്കണത്. B6E എന്നാണ് അവർ ഉദ്ദേശിച്ചത്. B എന്നുള്ളത് അവരൊരു പുതിയൊരു ബ്രാൻഡ് നെയിം കൊണ്ടുവന്നേക്കാണ്. അതായത് ബോൺ ഇലക്ട്രിക്, അവരുടെ ഇലക്ട്രിക്കായിട്ട് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ വണ്ടികൾക്കൊക്കെ അവർ ആ ഒരു ബോൺ ഇലക്ട്രിക് എന്നുള്ളൊരു പേര് യൂസ് ചെയ്യുന്നുണ്ട്. സോ B എന്നുള്ള ബാഡ്ജാണ് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ കാണാം. BE എന്നല്ല പറയേണ്ടത്, B എന്ന് തന്നെയാണ് പറയുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിലും ഇതുപോലെ സ്റ്റിയറിങ്ങിലും ഇവിടെയൊക്കെ ആ ബാഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. ഇതവരുടെ ടോട്ടലി ഗ്രൗണ്ട്സ് ഒരു വണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മളിത് കാണേണ്ടത്. നമ്മൾ അവരുടെ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത വണ്ടി ഓടിക്കാൻ പോകുന്നത് 9E ആണ്. ബട്ട് ദാറ്റ് ഇസ് കോൾഡ് ആൻ XEV. അതൊരു XUVയുടെ കുറച്ച് ഡെറിവേറ്റീവ് എന്നുള്ള പോലെയാണ്. ആൻഡ് ദാറ്റ് ഹാസ് ദ ന്യൂ ലോഗോ. ഒരു ഇൻഫിനിറ്റി പോലത്തെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടികളുടെ കൂടെ തന്നെ അവർ പുതിയ 2 ലോഗോയും ഇന്നലെ കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ എക്സിസ്റ്റിംഗ് മഹീന്ദ്ര പുതിയ ലോഗോയുടെ തന്നെ കുറച്ചും കൂടി ഒരു റൗണ്ടഡ് ഒരു ഇൻഫിനിറ്റിയുടെ സൈൻ പോലെ തോന്നുന്ന ഒരു ലോഗോ ആണ് അതവർ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജി ആണെന്നൊക്കെ പറഞ്ഞാൽ യൂഷ്വൽ കുറേ തള്ളുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദ കാർസ് ആർ ഗുഡ്. ഞാനിപ്പോൾ ഓടിക്കുന്ന 2 വണ്ടിയും ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഇതിപ്പോൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ഈവൻ മോർ ഇംപ്രസീവ്. നമുക്കിതിൻ്റെ സ്റ്റൈലിംഗ് പറയാം. നമ്മളിതുവരെ പ്രതാപ് ബോസിൻ്റെ ഡിസൈനുകളെ പലതിലും കുറ്റം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഡിസൈൻ എപ്പോഴും കുറച്ച് വൾഗറാണ്, കുറച്ച് ഓസ്റ്റൻറ്റേഷ്യസ് ആണ്, കുറേ ഓവറാക്കുന്ന പോലത്തെ കുറേ ഡിസൈൻ ടച്ചസ് ഉണ്ടെന്ന് പറയും. ചിലർക്കത് ഇഷ്ടമാവാറുമുണ്ട്. കാരണം നമ്മളിപ്പോൾ 3Xോടെ സ്റ്റൈലിംഗ് നമ്മൾ കുറ്റം പറഞ്ഞു, പക്ഷേ വീഡിയോയുടെ ഇടയിൽ കുറേ കമൻറ്റ്സ് ഇതിനെന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വണ്ടി വലിയ ഹിറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് മേ ബി ഹീസ് റൈറ്റ്. ആൾക്കാരുടെ ഒരു പൾസ് പുള്ളിക്ക് അറിയാമെന്നുള്ളതായിരിക്കണം നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ താർ റോക്സിൻ്റെ ഡിസൈൻ നമ്മൾ ആ ഒരു അനാവശ്യമായ കുറേ ഡീറ്റെയിൽസിനൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും അതൊന്നും ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പീപ്പിൾ ആർ ബൈയിങ് ദാറ്റ്. ആൻഡ് താർ റോക്സിൽ നമ്മളിപ്പോൾ ഈ ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ബിറ്റുള്ള എലമെൻറ്റിനൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഞാൻ ഭംഗി ഉണ്ടാവുന്നു. പക്ഷേ ഇതുവരെ ഞാൻ റൂട്ടിൽ കണ്ട ഒരു വണ്ടിയിലും ബാക്കി എല്ലാ മോഡിഫിക്കേഷൻ ചെയ്തപ്പോഴും ആരും അതും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഐ തിങ്ക് പീപ്പിൾ ആർ ഓക്കെ വിത്ത് ബിറ്റ് ഓഫ് ഒരു ഡിഫറെൻ്റ് ആവുന്നതിന് ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിഫറെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് വൺ ഓഫ് ദീസ്. ഇതിനോളം ഡിഫറെൻ്റ് ആയ ഒരു വണ്ടിയില്ല. ദിസ് ലുക്സ് ദ മോർ റാഡിക്കൽ ഓഫ് ദ 2 കാർസ്. ഇന്നലെ ഇപ്പോൾ ഈ കണ്ട വണ്ടികളിൽ XEV കുറച്ചും കൂടി ഒരു ടൈമർ ഡിസൈനാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. ദിസ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് ഫ്രം ദ ഫ്യൂച്ചർ. കുറേ ഷാർപ്പ് ലൈൻസ് ഉണ്ട്, വളരെ ഷാർപ്പായിട്ടുള്ള കുറേ ക്രീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ഫീൽസ് വെരി ടൈറ്റ്. നമ്മളാ ഒരു ബോഡി നോക്കുകയാണെങ്കിൽ ഓവർ ഹാങ്സ് ഒക്കെ വളരെ കുറവാണ്. വീൽസ് ആർ പുഷ് ടു ദ എഡ്ജസ്. വീൽസൊക്കെ വലിയ വീൽസാണ്. യു ഹാവ് 20-inch വീൽസ് ആൻഡ് ഇറ്റ് ലുക്സ് മാസീവ്. നമ്മൾ റോട്ടിൽ കാണുമ്പോൾ ഇത്രയും സൈസുള്ളൊരു വണ്ടി, ദാറ്റ്സ് വൈ ഇറ്റ് നീഡ്സ് 20-inch വീൽസ് ടു ബിഗിൻ വിത്ത്. കാരണം അത്രയും സൈസുള്ള വണ്ടിക്ക് അത്രയും വലിപ്പമുള്ള വീല് വേണ്ടി വരും. പക്ഷേ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇറ്റ്സ് വെരി മിനിമലിസ്റ്റ്. ആ ഒരു
എസെൻഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടൈലൈറ്റിന് വേണ്ടി ടൈലൈറ്റ് അതും വളരെ തിന്നാണ്, ഡോർ ഹാൻഡിൽസൊക്കെ വളരെ ഹിഡൻ ആണ്. അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇറ്റ് മേക്സ് എവറിത്തിങ് എൽസ് ലുക്ക് ഡേറ്റഡ്. കഴിഞ്ഞ ദിവസം ടാറ്റ കർവ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഫീൽസ് ലൈക്ക് എ ജനറേഷൻ ഓൾഡ്. ഓൾറെഡി ഇറങ്ങിയിട്ടധികം കാലമൊന്നും ആയിട്ടില്ല, പക്ഷേ ദാറ്റ് കാർ ലുക്സ് റിയലി ഡേറ്റഡ് കമ്പയർഡ് ടു ദിസ്. ഫ്രണ്ടിലൊരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്. അത്ര ഡൗൺ ഫോഴ്സിന് വേണ്ടിയിട്ടായിരിക്കില്ല, ഫ്രണ്ടിൽ ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത്രയും വെയിറ്റ് ഉള്ളൊരു വണ്ടിയിൽ ഡൗൺ ഫോഴ്സ് വലിയ ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്റ്റൈലിംഗ് എലമെൻറ്റ്സും എല്ലാവരുടെ ഇഷ്ടത്തിന് ആവണം എന്നില്ല. ചില സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ഒക്കെ കുറച്ച് ഓവറല്ലേ നമുക്ക് തോന്നും. ടിപ്പിക്കൽ പ്രതാപ് ബോസ് ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ അവിടെ കാണാനുണ്ട്. പക്ഷേ എന്നാലും പുള്ളി ഗ്രൗണ്ട്സ് അപ്പ് ചെയ്തൊരു വണ്ടിയാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനത്തെ ഒരു ഗ്രൗണ്ട്സ് അപ്പ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം ബാക്കിയെല്ലാം ഒരു എക്സിസ്റ്റിംഗ് വണ്ടിയുടെ റീവർക്സും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വണ്ടികളായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഹിയർ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാഡ് എനി ലിമിറ്റേഷൻ. ആൻഡ് അത് പുള്ളിയെ ഓൾമോസ്റ്റ് ഒരു ഓൾ ഔട്ട് എന്നുള്ള രീതിയിലാണ് പോയേക്കുന്നത്. സ്റ്റൈലിംഗ് മേ നോട്ട് ബി ടു എവറി വൺ സ്റ്റേജ്, കാരണം കുറച്ച് ഷാർപ്പായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അത്ര പ്ലീസിംഗ് അല്ലാത്ത പോലത്തെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഓവറോൾ ഐ തിങ്ക് ഇറ്റ് വർക്ക്സ്. ആൻഡ് ഇതുവരെ പ്രതാപ് ബോസ് ചെയ്ത ഡിസൈൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രായശ്ചിത്തം ചെയ്യൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് വർക്ക്സ്. നമ്മുടെ ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഒരു യങ്ങർ ടേസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ശരിക്കും ഇഷ്ടമാവും. ആൻഡ് മഹീന്ദ്ര ഹാസ് ദിസ് ലൈൻ അപ്പ് വേർ യു ഹാവ് എ റെട്രോ താർ ആൻഡ് ദിസ് വൺ. ഇത് രണ്ട് സ്പെക്ട്രത്തിൻ്റെ രണ്ട് എൻഡാണ്. സോ യു ഹാവ് വെരി റെട്രോ SUVs ആൻഡ് യു ഹാവ് വെരി ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിംഗ് SUVs. പിക്ക് ദ വൺ യു ലൈക്ക് എന്ന് പറയുന്ന പോലെയാണ് മഹീന്ദ്രയുടെ കാര്യം. വണ്ടിയുടെ ഡിസൈനിന് സ്റ്റൈലിങ്ങിനാണ് കൂടുതൽ ഫോക്കസ്. കാരണം നമുക്ക് ഈ ബെൽറ്റ് ലൈനൊക്കെ നല്ലോണം റൈസ് ചെയ്ത് വരുന്ന പോലെ കാണാൻ പറ്റും. ആൻഡ് ഗ്ലാസ് ഏരിയ ഒക്കെ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇതിൻ്റെ ഡിസൈനിൽ ഒരു വിഷ്വൽ മാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് വണ്ടിയുടെ ഉള്ളിൽ ഹെഡ് റൂം സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൂപ്പേ ഷേപ്പ് തന്നെ അവർ ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്ലാറ്റൻ ഔട്ട് ചെയ്തിട്ടാണ് മിഡിൽ പോർഷൻ എടുത്തേക്കുന്നത്. അവിടെ ആ ഒരു സ്പോയിലർ വെച്ച് നല്ലോണം അത് ഡിസ്ഗൈസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ബ്ലാക്ക് എലമെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് സ്റ്റിൽ റീറ്റെയിൻസ് ദാറ്റ് കൂപ്പേ ഷേപ്പ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിംഗ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഫ്രണ്ടിൽ DRLസും അതുപോലെ ബാക്കിൽ ടെയിൽ ലൈറ്റിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ LED സിഗ്നേച്ചറൊക്കെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആണ്. അതിനൊരു ഷാർപ്പർ ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നോക്കിയാൽ പ്രൊജക്ടേഴ്സ് കാണാൻ പറ്റും. വീൽസൊക്കെ ഒരു എയറോ ഡിസൈനുള്ളൊരു വീലാണ്. അത്ര വലിയ ഭംഗിയൊന്നുമില്ല വീൽ ഇൻഡിവിജ്വലി ആലോചിച്ച് കഴിഞ്ഞാൽ. പക്ഷേ എന്നാലും അതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് ടച്ച് ഉണ്ട്. ഈ ബോഡിയായിട്ട് മാച്ച് ചെയ്ത് പോകണ പോലെ നമുക്കിപ്പോൾ വളരെ ക്ലാസിക് സ്പോക്സ് ഒക്കെ ഉള്ള പോലത്തെ ഒരു വീൽ ഈ വണ്ടിക്ക് കൊടുക്കാനും പറ്റില്ല, കാരണം ദിസ് ആൻ ഇലക്ട്രിക് കാർ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ടാവും. കുറച്ച് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് സ്പീഡിൽ സംസാരിക്കുന്നതാണ്. കുറേയധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൊള്ളിക്കാനുണ്ട്. സോ ഹാവ് ടു ബി റിയലി ഫാസ്റ്റ്. നമുക്ക് ഉള്ളിലോട്ട് വരികയാണെങ്കിൽ ദ ഹോൾ ഡാഷ് ബോർഡ് ഈസ് വെരി മിനിമലിസ്റ്റ്, വെരി ഫ്യൂച്ചറിസ്റ്റിക്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഈ ഒരു പാനൽ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് 2 സ്ക്രീൻസ് ഇരിക്കാനായിട്ട് കാണാൻ പറ്റും. ആൻഡ് സ്റ്റിയറിംഗ് ഒക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു ഒക്ടഗണൽ ഷേപ്പാണ് സ്റ്റിയറിങ്ങിനൊക്കെ. ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞ് വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലും താഴെയായിട്ട് നമുക്ക് 4 ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് നമ്മുടെ റീജിയൻ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഇതിലെ ഓവർ ബൂസ്റ്റ് പോലത്തെ ഫംഗ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഈ ഒരു കൺസോളിൻ്റെ അടിയിലായിട്ട് AC വെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ടാണ് 2 AC വെൻസ് ഉള്ളത്. AC വെൻസ് ഒക്കെ വളരെ മിനിമലിസ്റ്റ് ആണ്. ഈ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുകയാണ്. ഈ സൈഡിലുള്ള AC വെൻ്റൊക്കെ കുറച്ച് നേരം എടുക്കും നമ്മൾ തപ്പി കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ ഒരു ബ്രഷ്ഡ് മെറ്റൽ പോലത്തെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ഒരു കാക്കി പോലത്തെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഹോൾ ഇൻറ്റീരിയറിൽ നമുക്ക് ആ കളർ തീം കാണാൻ പറ്റും. വളരെ സബ്ഡ്യൂട്ട് കളറാണ്, വളരെ മെച്യൂർ ആയിട്ടുള്ളൊരു കളറാണ്. ഈ മുകളിലുള്ള ഈ പ്ലാസ്റ്റിക്സ് മെറ്റീരിയൽസിനൊക്കെ ഒരു റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്ന പോലത്തെ ആ ഒരു ഫിനിഷ് ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മെറ്റീരിയലായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇവിടെ എക്സ്റ്റൻഷൻസിലൊക്കെ കാണാൻ പറ്റും. ആൻഡ് സാധാരണ നമ്മൾ കാണുന്ന ടെക്സ്റ്റേർഡ് ഫിനിഷിനേലും കുറേയും കൂടി ഒരു മോഡേണിഷ് ഫീൽ ഉണ്ട്. ഇതിന് ടെക്സ്ചറൊന്നുമില്ല, ഇറ്റ് ഫീൽസ് ഫ്ലാറ്റ് നമ്മൾ കൈ ഓടിക്കുമ്പോൾ. പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രെയിൻ സ്ട്രക്ചർ പോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ലെതറൊക്കെ കുറേയും കൂടിയും ടെക്സ്ചർ ക്ലോസർ ആയിട്ടുള്ള പോലത്തെ മെറ്റീരിയലാണ്. സാധാരണ ഒരു ലെതറിൻ്റെ ടെക്സ്ചർ പോലെയല്ല. ഇതൊരു നമ്മളിപ്പോൾ സ്റ്റിയറിങ്ങിലൊക്കെ യൂസ് ചെയ്യണ പോലത്തെ അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ഫിനിഷാണ് ഇവിടെയൊക്കെ കൊടുത്തേക്കുന്നത്. എല്ലാത്തിൻ്റെ ഒരു ഒക്ടഗണൽ ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ടൺസിനൊന്നും നമ്മൾ സാധാരണ പവർ വിൻഡോസ് പോലെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് അല്ല, മറിച്ച് ടോഗിൾ ബട്ടൺസ് ആണ്. ഇതിൻ്റെ ഡോർ പുൾസൊക്കെ സ്ട്രാപ്സ് ആണ്. ഇത് തന്നെ വലിച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഡോർ ഹാൻഡിലായിട്ടും ഡോർ വലിച്ചടയ്ക്കാനും നമുക്ക് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഒരു എയർക്രാഫ്റ്റ് തീമാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഫൈറ്റർ ജെറ്റിലൊക്കെ ഉള്ള പോലത്തെ കുറേ സാധനങ്ങളാണ് അവർ ഉദ്ദേശിച്ചത്. കളേഴ്സും അതിനെ റിമൈൻഡ് ചെയ്യുന്ന പോലെയാണ്. ഈ ഒരു ഗിയർ സെലക്ടറൊക്കെ അതുപോലത്തെ ഒരു കൺട്രോളിലാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് പ്ലസ് മൈനസ് ബട്ടൺസ് ഉണ്ട്. സൈഡിൽ നമുക്കൊരു പാർക്ക് ബട്ടൺ ഉണ്ട്. ആൻഡ് ദെൻ യു മൂവ് ഇറ്റ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ടു സെലക്ട് ദ ഗിയർ യു വാണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓവർ ഹെഡ് ടോഗിൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള വേറൊരു സംഭവം. ഇതിൽ കുറേ ഫംഗ്ഷൻസ് ബട്ടൺസൊക്കെ ഇവിടെ തന്നെയാണ്, മുകളിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കീ തന്നെ ഇതിൻ്റെ ഒരു വേരിയേഷൻ പോലെയാണ്. ആ ഒരു വണ്ടിയുടെ ഒരു തീം അതിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ലുക്സ് ദ പാർട്ട്. അവിടെ അങ്ങനെ ഇരുന്നോളും കറക്റ്റായിട്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ വലിയൊരു കൺസോളിൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വയർലെസ് ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ ഉണ്ട്.
ഈ ഒരു ടച്ച് സ്ക്രീനിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യേണ്ട AC-യുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒക്കെ ഫംഗ്ഷൻസിനൊക്കെ ഇവിടെ എക്സ്ട്രാ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ്സ് ഒക്കെ നമുക്കിത് വന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. 2 സ്ക്രീൻസാണ്. സ്ക്രീൻസ് ലുക്ക് ദ പാർട്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല ഗ്രാഫിക്സ് ആണ്. ആൻഡ് ഇറ്റ്സ് വെരി സ്ലിക്ക് ടു യൂസ്. നമ്മൾ പെട്ടെന്നൊക്കെ ഉള്ള മൂവ്മെൻ്റ് ഒക്കെ സാധാരണ ഇതുവരെ കാണുന്ന മഹീന്ദ്രകളിൽ നിന്ന് അത്ര ലാഗി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലൊന്നും തോന്നുന്നില്ല. ദിസ് ഫീൽസ് റിയലി ഫ്ലൂയിഡ്. നമുക്കിവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ആൻഡ് അതിനൊരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലത്തെ ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റോഡിലേക്ക് നമ്മൾ മാപ്പൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വളയണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ വാനിറ്റി മിററിൻ്റെ കവർ തന്നെ നമ്മൾ പഴയ ഐപാഡിൻ്റെ ഒക്കെ കവർ പോലെയാണ്, മാഗ്നറ്റിക് ആണ്. ഇങ്ങനെ എടുക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ അവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ബാക്കിലത്തെ AC ഇവൻസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രിമ്മർ പോലെ ഉണ്ട്. സീറ്റ്സും ഒരു കോൺസെപ്റ്റ് കാർ ഇൻസ്പയർഡ് ആണ്. നമുക്ക് പാർട്ട് ലെതർ പാർട്ട് ഫാബ്രിക് ആയിട്ടുള്ള പോലത്തെ ഒരു സീറ്റാണ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. നമുക്കിതിന് 3 മെമ്മറി സെറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ബാക്കിൽ യു ഗെറ്റ് എ റീസണബിളി സൈസ്ഡ് സീറ്റ്. ഫ്ലോർ ഇത്തിരി ഹൈ ആണ്, അതുപോലെ റൂഫ് ഇത്തിരി ലോ ആണെന്നൊക്കെ നമുക്ക് തോന്നും. XEV9യുടെ അത്രയും സ്പേസ് ഇല്ല, ബാക്ക് സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. ദെൻ അഗൈൻ ഇറ്റ്സ് ഓക്കെ. നമുക്ക് ആ ഒരു സ്റ്റൈലിന് വാല്യൂ കൊടുക്കുന്ന ഒരു വണ്ടി എന്നുള്ള രീതിയിൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് ബാക്ക് സീറ്റ്. ബൂട്ടും റീസണബിളി സൈസ്ഡ് ആണ്. ഒരു വലിയൊരു പാനോറാമിക് ഗ്ലാസ് ഉണ്ട്. അതിനൊരു ചെറിയൊരു എൻഗ്രേവിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ യു ഹാവ് എ പാറ്റേൺ. നമ്മൾ രാത്രി ആംബിയൻ ലൈറ്റിൻ്റെ ഒക്കെ കൂടെ കാണുമ്പോൾ അത് ദാറ്റ് ലൈറ്റ്സ് അപ്പ് ഇൻ എ ഗുഡ് വേ. നമ്മൾ BMW i7 കണ്ട പോലത്തെ ആ ഒരു ചെറിയൊരു സംഭവം നമുക്ക് അതിലും കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു വണ്ടിയിൽ നമുക്കൊരു പ്രത്യേകത തോന്നുന്നത് അതാണ്. ഇവർ ഈ വേൾഡ് ക്ലാസ്സിലുള്ള എല്ലാ വണ്ടികളും എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ട് അവരുടെ ഈ ഒരു വണ്ടിയിൽ ദേ ഗേവ് എവറിത്തിങ് ആൻഡ് ദ കിച്ചൺ സിങ്ക് എന്ന് പറയുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദേ ഡിഡ്ന്റ് ചാർജ് ദ മൂൺ. ഈ ഒരു വണ്ടിക്ക് ദേ ആർ ഓൺലി ആസ്കിങ് അറൌണ്ട് 18.9 ഫോർ ദ ബേസ് മോഡൽ. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗുഡ് വാല്യൂ. നമുക്കൊരു 20 ലക്ഷം രൂപയ്ക്ക് നമുക്കിത് ഓൺ റോഡ് ഇറക്കാൻ പറ്റും എന്നുള്ളത്. ഇതിൻ്റെ ലോവർ ബാറ്ററി സ്പെക്കുള്ള വേർഷനാണ്. പക്ഷേ ഈവൻ ദെൻ ദാറ്റ് ഈസ് എ ലോട്ട് ഓഫ് കാർ ഫോർ ദ മണി. B60 2 ബാറ്ററി പാക്സിൽ അവൈലബിൾ ആണ്. യു ഹാവ് ദ 59 kWh ബാറ്ററി പാക്ക് ആൻഡ് ദ 79 kWh ബാറ്ററി പാക്ക്. രണ്ടും സെയിം കേസിങ്ങിലാണ്. നമുക്ക് വണ്ടിയുടെ അടിയിൽ കണ്ടു കഴിഞ്ഞാൽ 2 ബാറ്ററി പാക്ക് ഒരേപോലെ ഇരിക്കും. പക്ഷേ ആ കേസിങ്ങിൻ്റെ അകത്ത് 2 മൊഡ്യൂൾ കുറഞ്ഞതാണ് നമ്മുടെ 59 kW യൂസ് ചെയ്യുന്ന ബാറ്ററി പാക്ക്. ആൻഡ് വെയ്റ്റിലും ഒരു 100 കിലോ 120 കിലോളം കുറവുണ്ട്. രണ്ടിൻ്റെയും പവർ ഔട്ട്പുട്ട്സിൽ ലോവർ വേരിയൻസിന് കുറച്ചും കൂടി പവർ കുറവുണ്ട്. ബട്ട് ദ വൺ ഐ എം ഡ്രൈവിംഗ് റൈറ്റ് നൗ ഹാസ് അബൌട്ട് 210 kilowatts, അതായത് ഒരു 286 bhp ഓളം ഉണ്ട്. ആൻഡ് 380 Nm ടോർക്ക് ഉണ്ട്. ഇറ്റ്സ് മേറ്റഡ് ടു എ സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷൻ. ബാക്കിലാണ് മോട്ടറിൻ്റെ ലൊക്കേഷൻ. സോ റിയർ വീൽ ഡ്രൈവ് ആണ് ലൈക്ക് മോസ്റ്റ് മഹീന്ദ്രാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ വേറെ കറപ്ഷനൊന്നുമില്ല. വെൻ യു ആക്സിലറേറ്റ് ആ സ്റ്റിയറിംഗ് ഡസ് ഓൺലി വൺ ജോബ്. നമുക്ക് ആ വണ്ടി സ്റ്റിയർ ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഫീൽസ് ന്യൂട്രൽ. ആൻഡ് മഹീന്ദ്ര എപ്പോഴും അവരുടെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് നെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ലൈക്ക് ടാറ്റ അവർക്ക് ആ ഒരു സ്കില്ല് സംഭവം ഉണ്ട്. ആൻഡ് ദിസ് കാർ വിത്ത് ദ ഇംഗ്ലോ പ്ലാറ്റ്ഫോം, ഇംഗ്ലോ എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ഇവരുടെ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് അതിന് അവർ നല്ല രീതിയിലുള്ള റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരിതിൽ 152ഓളം പേറ്റൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷോസ് ഹൗ മച്ച് ടെക്നോളജി ഹാസ് ഗോൺ ഇൻ ടു ദ കാർസ്. ആൻഡ് ആ പേറ്റൻറ്റുകളിൽ ഒരെണ്ണം അവരുടെ സെമി ആക്റ്റീവ് ഡാമ്പേഴ്സിൻ്റെ പേറ്റൻ്റാണ്. അതായത് സെമി ആക്റ്റീവ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഡാമ്പേഴ്സിൽ ഫുള്ളി ആക്റ്റീവ് അല്ല, നമുക്കതുപോലെ ഫുൾ കൺട്രോളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് വേണ്ട സമയത്ത് റൈഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ സോളിനോയിഡ്. അത് നമ്മുടെ ഓയിൽ ഫ്ലോനെ കൺട്രോൾ ചെയ്തിട്ട് ഇറ്റ് ഗിവ്സ് യു സോഫ്റ്റ്വെയർ റൈഡ് വെൻ യു നീഡ് ദാറ്റ്. അതുപോലെ തന്നെ വേണ്ട സമയത്ത് അത് സ്റ്റിഫ് ആവാനും കുറച്ച് പറ്റും. നമ്മൾ ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പേഴ്സ് കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് എ ഹോൾ മെക്കാനിക്കൽ സിസ്റ്റം. വേറെ ഇതിനൊരു ചെറിയൊരു ഇലക്ട്രിക് അസിസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ ഒരു വേരിയബിൾ ട്രാക്ക് റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മോട്ടോർ പ്ലേസ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. ഇറ്റ്സ് ഓൺ ദ റാക്ക്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വളരെ ലോ ആയിട്ടാണ്. ആൻഡ് ദ ഹോൾ കാർ ഫീൽസ് വെരി ലോ, കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ താഴെയാണ് വിത്ത് ദ ബാറ്ററി പാക്ക്. നമ്മളൊരു കോർണറിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇറ്റ് ഫീൽസ് വെരി വെൽ പ്ലാൻഡ്. ആൻഡ് സസ്പെൻഷനൊക്കെ ആവശ്യത്തിനുള്ള ട്രാവൽ ഉണ്ട്. ആൻഡ് ദ വേ ഇറ്റ് ഹാൻഡിൽസ് ഇസ് ഓൾസോ റിയലി നൈസ്. നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ പ്രൂവിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്നേ ഉള്ളൂ, വേർ ഐ വിൽ എക്സ്പീരിയൻസ് ദിസ് കാർ ഈവൻ മോർ. പക്ഷേ ഫ്രം വാട്ട് ഐ ഹാവ് ഡ്രിവൺ ഓൺ ദ റോഡ് ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് ഇതിൻ്റെ പവറും കൂടി നോക്കാം. നമ്മളിപ്പോൾ ഇതിലെ ഫാസ്റ്റസ്റ്റ് ഏറ്റവും പവർഫുൾ മോഡിലാണ്. ആൻഡ് ഈ ഒരു പോയിന്റിൽ ഞാൻ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഹൗ ഇറ്റ് പിക്സ് അപ്പ് സ്പീഡ്. മഹീന്ദ്ര ക്ലെയിം ചെയ്യണ 6.8 seconds ആണ്. ആൻഡ് ഇതിനൊരു ഓവർ ബൂസ്റ്റ് പോലത്തെ ഒരു ഫംഗ്ഷനും ഉണ്ട്. സോ ഐ ക്യാൻ പ്രസ് ദിസ് ബട്ടൺ ആൻഡ് അടുത്തൊരു 10 സെക്കൻഡിലേക്ക് എനിക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. ആ മോട്ടറിനെ കുറച്ചും കൂടി അവർ പുഷ് ചെയ്യും. പക്ഷേ അത് കുറച്ച് നേരമേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓവർ ഹീറ്റ് ആവണോണ്ടായിരിക്കാം അവരത് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് നമ്മളിതിൻ്റെ റേഞ്ചും പറയണം. ഹയർ ബാറ്ററി പാക്കിൻ്റെ റേഞ്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇറ്റ്സ് അബൌട്ട് 533 kilometers. അത് WLTP റേഞ്ചാണ്. ARA ഫിഗർ കുറച്ചും കൂടി മുകളിലാണ്. ദാറ്റ് വിൽ ചേഞ്ച് ഓവർ ടൈം. പക്ഷേ എന്നാലൊരു 500 കിലോമീറ്ററൊക്കെ റീസണബിളി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ വലിയ ബാറ്ററി പാക്കുള്ള വണ്ടിയിൽ. ആൻഡ് ഇതിൻ്റെ ചാർജിങ് ടൈംസും സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ആണ്. 20 to 80% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് 20 minutes എടുക്കുള്ളൂ എന്നാണ്. 175 kilowatt DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇതൊരു 400 volt ആർക്കിടെക്ചറിലാണ്. സോ
ഇറ്റ്സ് ഹാഫ് വേ ദെയർ. നമ്മൾ 800 വോൾട്ടാണ് നമ്മളിപ്പോൾ ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നതെങ്കിൽ ഇത് പകുതി വഴി എത്തിയിട്ടുണ്ട്. ആൻഡ് ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ വാറണ്ടിനെ കുറിച്ചും പറയണം. മഹീന്ദ്ര ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്, ദേ ആർ ഗിവിങ് അൺലിമിറ്റഡ് വാറണ്ടി ഫോർ ദ ബാറ്ററി പാക്ക്. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രിഞ്ചൻ ടെസ്റ്റുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ റിയലി കോൺഫിഡൻറ്റ് ഈ ഒരു ബാറ്ററി നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. സോ എനിക്ക് മൾട്ടിപ്പിൾ റീജൻ മോഡ്സ് ഉണ്ട്. ഈ ഒരു പ്ലസ് മൈനസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എനിക്കത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ്, പഴയ സിപ്സ് ആപ്പ് സൂം ഒക്കെ പോയിട്ടുണ്ട്. നൗ ഇറ്റ്സ് കോൾഡ് റേഞ്ച്, എവറി ഡേ ആൻഡ് റേസ്, 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് റേസിലൊക്കെ ഇടുമ്പോൾ ദ കാർ ഫീൽസ് എ ലോട്ട് ഫാസ്റ്റർ. സ്പീഡ് പിക്കണൊക്കെ വേറെ ലെവലിലാണ് കേട്ടോ. ബട്ട് ഇറ്റ് ഗിവ്സ് യു സോ മച്ച് കോൺഫിഡൻസ്. നമുക്കിപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിലാണെങ്കിലും വേറെ വണ്ടികളൊക്കെ ഫ്രണ്ടിലേക്ക് ചാടിയാലും യു ഹാവ് ദ ബ്രേക്സ് ടു മാച്ച്, യു ഹാവ് ദ സസ്പെൻഷൻ ടു മാച്ച്. അപ്പോൾ അതുകൊണ്ട് യു ഡോണ്ട് ഫീൽ ഇൻറ്റിമിഡേറ്റഡ്. നമുക്കിങ്ങനെ ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോഴൊന്നും നമുക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. മഹീന്ദ്ര എഞ്ചിനീയേഴ്സ് ഹാവ് ഡൺ എ റിയലി ഗുഡ് ജോബ്. റൈഡ് ക്വാളിറ്റിയും ഇപ്പോൾ ഈ ഒരു ബ്രോക്കൺ പാച്ചസിലൊക്കെ ഇറ്റ്സ് റിയലി ഗുഡ്. ആവശ്യത്തിനുള്ള അബ്സോർപ്ഷൻ ഉണ്ട്, എന്നാലും ഒരു ചെറിയൊരു ടോട്ടൽനെസ് നമുക്ക് ആ ഒരു ഇലക്ട്രിക് കാറിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവം അവിടെ തന്നെ ഉണ്ട്. ബ്രേക്സ് ഒക്കെ ബൈ വയറാണ്, അതായത് നമുക്ക് ആക്ച്വൽ ബ്രേക്സ് ഹൈഡ്രോളിക് ആയിട്ടല്ല ഓപ്പറേറ്റ് ചെയ്യണത്. അവിടെ ഒരു മോട്ടറാണ്, ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ബ്രേക്കിംഗ് ഫോഴ്സ് വരുന്നത്. സോ അതിന് ട്രാൻസിഷനും കുറേ കൂടി സ്മൂത്താണ്. നമ്മൾ പണ്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു സെറ്റപ്പിന് വലിയ ഫീലില്ല എന്ന് നമ്മൾ പറയും, പക്ഷേ ദിസ് ഈസ് റിയലി ഗുഡ്. മഹീന്ദ്ര ക്ലെയിം ചെയ്യണത് 18% റേഞ്ച് ഈ ഒരു സിസ്റ്റം വഴി അവർക്ക് റീക്യൂപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം മോസ്റ്റ് ഓഫ് ദ ബ്രേക്കിംഗ് ഈസ് ഡൺ ബൈ ദ മോട്ടർ ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് മാത്രമേ നമ്മൾ ഫ്രിക്ഷൻ ബ്രേക്സ് യൂസ് ചെയ്യുന്നുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബ്രേക്കിങ്ങിൽ പലപ്പോഴും നമ്മൾ ആ എനർജി റീക്യൂപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടി ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് B60യുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ XCV90യുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടും കാണാൻ പറ്റും. അതും സെയിം ടൈമിൽ തന്നെയാണ് ഞാൻ ഓടിക്കുന്നത്. ഇന്ന് ലേറ്റർ പോയിന്റിൽ ഞാൻ ആ വണ്ടിയും കൂടെ ഓടിക്കുന്നുണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മഹീന്ദ്ര EVകളെ പറ്റിയുള്ള ഒപ്പീനിയനും ഈ വണ്ടിയുടെ സ്റ്റൈലിങ്ങിനെ പറ്റിയുള്ള ഒപ്പീനിയനൊക്കെ ഒന്ന് കമൻസിലൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.